ഹലോ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബൺ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ ഒരു 30 ബണ്ണ് കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് മൈദ 1.5 കിലോ, അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ഈസ്റ്റ് 5 കുഞ്ഞ് ബോട്ടിലുകളാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ഓയിലാണ് കേട്ടോ. നമുക്കത് 1 ലിറ്റർ ഓയിലാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈദ ഒരു പാത്രത്തിലേക്ക്, നമ്മൾ 2 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ഒരു പാത്രത്തിലേക്ക് എടുത്തു. അത് നമ്മൾ 3/4 എടുത്തിരിക്കുന്നത്. അതിലൊരു ടീസ്പൂൺ പഞ്ചസാരയും 2.5 ബോട്ടിൽ ഈസ്റ്റ് നമ്മളിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതുപോലെ ഇതിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ നമുക്ക് വീഡിയോസ് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്യുക. ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അധികമായി പോട്ടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെയൊക്കെ ഒരു ഒട്ടുന്ന ഒരു പാകത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അങ്ങനെ വെള്ളം കൂടിയെന്ന് വിചാരിച്ച് പൊടി ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇത് ഉണ്ടാവുക കേട്ടോ. ടൈറ്റായിട്ടല്ല ഉണ്ടാവുക. നമ്മൾ ചപ്പാത്തിൻ്റെ ഇതുപോലെ ഭയങ്കര ടൈറ്റല്ല ഉണ്ടാവുക കേട്ടോ. കുറച്ച് ലൂസായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് കുഴയ്ക്കുക എന്നുള്ളതൊരു മെയിൻ ടാസ്ക്കായിരുന്നു ഞങ്ങൾക്ക്. നല്ല കഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. നല്ല കഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ നല്ല 2 കൈയൊക്കെ വെച്ച് നല്ല കുഴയ്ക്കുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടി പിടിക്കില്ല. ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലോണം ഒട്ടി പിടിക്കാതെ അങ്ങനെ വിട്ടിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ 2 കൈയും വെച്ച് നല്ല അങ്ങനെ അമർത്തിയിട്ട് ഇത് നല്ല കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഏകദേശം നമ്മുടെ കുഴച്ചിട്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിത് എങ്ങനെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് ഒരു ഇതുണ്ട് കേട്ടോ. ഇതിനെ ബോൾസായിട്ട് നമ്മൾ എടുക്കണം. അല്ലാതെ ഇതിനെ മൊത്തത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ കുറേ ഇതാക്കി നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മാവിനെ എടുത്തിട്ട്, ഇത് നമുക്ക് ഒരു വീഡിയോ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ്ടോ ഇപ്പോൾ എടുക്കുന്നതാണ്ടോ. ഇത് ഇങ്ങനെ കൈയിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മാവ് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് വീഡിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ ഇതുപോലെ കൈയിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആയിട്ട് പിന്നെയാണ് കേട്ടോ അങ്ങനെ റോൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം വെച്ച് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിനങ്ങനെ നിരത്തി ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മളിത് കുറേ എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ വരയും ആ പാടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുണ്ടായാൽ ബണ്ണ് നല്ല ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് നീളത്തിലുള്ള ബണ്ണായത് വേണ്ടതുകൊണ്ട് അപ്പോൾ നമ്മളിത് കുറച്ച് മെല്ലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കും. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ പല ആളുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പല കോലത്തിലാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമായപ്പോൾ ഇതിങ്ങനെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിനൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഫില്ലിങ്ങിനുള്ളതാണ് കേട്ടോ. കുറച്ച് ക്യാബേജ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളരി, അതുപോലെ കക്കിരി ഒക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കക്കിരിയും അതുപോലെ തന്നെ ക്യാരറ്റ് സ്ലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കക്കിരി നല്ല ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിട്ട് ഇതെല്ലാം പാടെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൽ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മൾ മയോണൈസിനുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് മയോണൈസിന് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 2-3 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, അതുപോലെ മുട്ടയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിക്കുക. അടിച്ചതിന് ശേഷം നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 30 ബണ്ണിലേക്കുള്ളതാണ് കേട്ടോ, സാൻഡ്വിച്ചിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ഇതും വെളുത്തുള്ളി ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ച് ഇങ്ങനത്തെ പരുവത്തിൽ കിട്ടും. അതിനുശേഷം നമ്മൾ കുറേശ്ശെ ഓയിൽ ഒഴിച്ച് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഓയിലെടുത്ത് ബാക്കോട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഫ്രണ്ടിലേക്ക് അടിക്കരുത്. അപ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ ട്രിം അങ്ങനെ അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ പൊങ്ങി വന്നിട്ട് കണ്ടോ സെറ്റായിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡിൽ ബണ്ണും ശരിയാക്കി. അപ്പോൾ നമ്മുടെ മയോണൈസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇത് കണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾക്ക് ആ ഒരു ഈസ്റ്റിൻ്റെ ഒരു ഇതും കൊണ്ട് എന്ന് പറയാം. നമുക്ക് കടയിലൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല രുചിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല.
അടിപൊളിയായിരുന്നു കേട്ടോ സാധനം. അപ്പോൾ ഇതുപോലെ ബണ്ണിന് നമ്മളിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ച് നടുവേ മുറിക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് മയോണൈസ് വെക്കണം. അതിനുശേഷം പിന്നെ നമ്മുടെ ഫില്ലിങ് ഉണ്ടല്ലോ, നമ്മുടെ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മയോണൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആളുകൾ ചേർന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കപ്പോൾ കറക്റ്റായിട്ടൊരു കാണിച്ചു തരാനില്ല, പക്ഷേ ഇത്ര തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആദ്യം ആ ബണ്ണിന് നടു പൊളിക്കുന്നു, അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മയോണൈസ് വയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ ശേഷം വീണ്ടും അതുപോലെ ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മയോണൈസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോരി നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പല ആളുകളും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്, എന്നാലും നല്ലതായിരുന്നു കേട്ടോ. ടേസ്റ്റിനൊന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിച്ച ഒരു എക്സ്പീരിയൻസിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും, എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം എനിക്ക് ബണ്ണുണ്ടാക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനത്തെ ഒരു ഇത് കാണുന്നതും ഇത് ഉണ്ടാക്കുന്നത് കാണുന്നതും. ഇത് സ്വന്തമായിട്ട് ഇത്ര പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിയുമെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി എന്ന് തന്നെ പറയാം, വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത്ര വലിയ പണിയൊന്നുമില്ല, നമ്മളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, വീഡിയോൻ്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. കൂട്ടാക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കുക. അപ്പോൾ ഇന്നത്തേക്ക്, നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.